ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ട് മുടിവെച്ച വേഷങ്ങൾക്ക് അല്ലെങ്കിൽ പച്ച വേഷങ്ങൾക്ക് പച്ച നിറം തേച്ചിരുന്നെന്നും അല്ലെങ്കിൽ നീല നിറമാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊരു അഭിപ്രായം അത് ഇന്നും അത് സംശയാസ്പദമായിട്ട് ഇപ്പോഴും അത് തുടർന്ന് പോകുന്നുണ്ട്. ആ ഒരു അഭിപ്രായത്തോട് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അതിനെ വീക്ഷിക്കുമ്പോൾ ആശാൻ എങ്ങനെ? കാരണം ഇപ്പം നേരത്തെ സൂചിപ്പിച്ച കഥകളി രംഗം എന്ന പുസ്തകത്തിലൊക്കെ നീലം തേച്ച് അല്ലെങ്കിൽ നീലം കൂട്ടിയത് എന്ന രീതിയിലൊക്കെ അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് ശരിക്കു പറഞ്ഞാൽ നീല ഒരു യഥാർത്ഥ നിറമായിട്ട് ഉപയോഗിക്കാറില്ല, മറ്റുള്ളതിൽ കൂട്ടാനേ ഉപയോഗിക്കും. അപ്പോൾ ഈ നീല തേച്ചിരുന്നെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതിപ്പോൾ ഞാൻ അതിന് വേറൊരു കഥയുണ്ട്, അത് വേറെ പറയാം, അടുത്ത കാലത്ത് ഉണ്ടായത്. അപ്പോൾ ഈ നീല മനോല എന്ന് പറയുന്നത് മനോലയുടെ നിറം നീലയല്ല, നീലം ചേർത്തത് കൊണ്ട് അത് നീല മനോല എന്ന് പറയുകയാണ്. നീലം ചേർത്ത മനോല എന്നാണ്. അപ്പോൾ ഈ മനോലയും പാറയാണ് നീലം, മറ്റേ അമരിയുടെ കറയാണ്, നീല അമരിയുടെ. അത് ബംഗാളിൽ അങ്ങനെ വെട്ടി കൊടുത്തിട്ട് വലിയ തളത്തിൽ വെള്ളം നിറച്ച് അതിലിട്ട് അളിയിച്ചിട്ട് ചവിട്ടി പിഴിഞ്ഞ് അതിനെ വെയിലത്ത് വെച്ചിട്ടാണ് ഈ നീലം കട്ട നീലം ഉണ്ടാക്കുന്നത്. ആ നീലം ഇതിനെ പച്ചയാക്കാൻ അതായത് നീല നിറം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ശ്യാമം. അതെ. അപ്പോൾ ശ്യാമം എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്യശ്യാമളം എന്നൊക്കെ പറയും പോലെ ശ്യാമം എന്ന് പറഞ്ഞാൽ ഇലപ്പച്ചയാണ്. പച്ച പലതുണ്ട്, ഇലപ്പച്ചയുണ്ട്, ചാണകപ്പച്ചയുണ്ട്, കിളിപ്പച്ചയുണ്ട്, അങ്ങനെ പച്ച തന്നെ പല ഷെയ്ഡിട്ട്. അപ്പോൾ ഈ നമ്മൾ ഈ മറ്റേ മുഖത്ത് തേക്കാൻ ഉപയോഗിക്കുന്നത് ശ്യാമമാണ്. ശ്യാമം എന്ന് പറഞ്ഞാൽ ഇലപ്പച്ച, അത് സസ്യശ്യാമളം എന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ ശ്യാമം എന്ന് പറഞ്ഞാൽ എന്താ? ഇലപ്പച്ച. അതാണ് ഈ, അല്ലാണ്ട് അത് നീലം തേച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു വിഡ്ഢിത്തപ്പം ഈ അടുത്ത കാലത്ത് കാണിച്ചു. ഈ വേഷങ്ങളെ തരംതിരിക്കുമ്പോൾ പച്ച ചുട്ടിയുള്ള പച്ച തേക്കാത്ത വേഷങ്ങൾ അതുകൊണ്ടൊന്ന് പഠിപ്പിക്കാണ്ട്. അതിൽ അഗ്നി, വരുണൻ, അങ്ങനെയുള്ള പച്ച ചുട്ടി തന്നെയാവും, പക്ഷേ ഉള്ളിൽ തേച്ച് അതിൽ ബ്രഹ്മാവ് വെള്ള തേച്ച വേഷം എന്ന്. അപ്പോൾ വെള്ള തേച്ച വേഷം എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കലക്കി തേക്കാനല്ല പറഞ്ഞെന്ന്, വെളുത്ത മനയോലയാണ്. ഞാനത് ഇയാളുടെ സ്കന്ദ പുരാണം എന്തോന്ന് എഴുതി പറഞ്ഞില്ലേ, പൈങ്കുളത്തെ കോടിലാറ്റൂർത്തെ സുവർദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അയാൾക്ക് ബ്രഹ്മാവിൻ്റെ വേഷം എന്താ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തു, വെള്ള തേച്ച വേഷത്തിലാണ് ബ്രഹ്മാവ് പെടുക. പിന്നെ അവിടെ ചെന്നിട്ട് ഇയാൾ അവിടെ ചെന്ന് പറഞ്ഞു. ഇപ്പോൾ ശിവരാമനാണ് അവിടെ ചുട്ടിക്കുള്ളത്, അവന് ഇഷ്ടമില്ല അതെന്താന്ന്. സിങ്കുവൈറ്റ് കലക്കിയായിട്ട് തേച്ചിട്ട് വെളുത്ത ചുട്ടിയും കുത്തിയിട്ടുണ്ട് വന്നു എന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഈ വെള്ള തേച്ച വേഷം എന്ന് പറഞ്ഞാൽ വെള്ള മനയോല തേച്ച വേഷം എന്നാണെന്നുള്ളത് അറിയില്ല, ചുട്ടിക്കാർക്ക് പോലും അറിയില്ല. അല്ല, ഇവരൊക്കെ എങ്ങനെയത് കഴിച്ചു കൂട്ടണമെന്ന് ഞാൻ അത്ഭുതപ്പെടുക. കാരണം വെള്ള തേച്ച വേഷം, അതുപോലെ വെള്ള മനയോല എന്ന് പറയുന്നുണ്ട് ഇല്ലേ? മനയോലയുടെ നിറം വെള്ളയല്ല, എങ്ങനെയാണ് ഈ പേര് വന്ന്? ആ മനയോല പണ്ട് വെള്ളം ചേർത്ത് അരച്ചിട്ട് മിനുക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിന് വെള്ള മനയോല എന്ന് വന്നത്. പിന്നെയാണ് ആ മനയോല എണ്ണ കൂട്ടി അരയ്ക്കാൻ തുടങ്ങിയത്. വെള്ളം എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അതാ പറഞ്ഞത്. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ അതിനെ അങ്ങോട്ട് എനിക്കെല്ലാം അറിയാമെന്ന് നടിക്കുമ്പോഴാണ് ഈ ജാര്യാബദ്ധം വരിക. അത് വെള്ള മനയോല എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത മനയോല. എന്താ വെച്ചാൽ അന്ന് മനയോല സ്ത്രീവേഷങ്ങൾക്കോ മഹർഷിമാർക്കോ ബ്രാഹ്മണർക്കോ ആണല്ലോ നമ്മൾ വെനുക്ക് വേഷം. അതിൽ വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടാണ്. അതാണ് വെള്ള മനയോല എന്ന് പേര് വരാൻ കാരണം. അല്ലാണ്ട് വെള്ള മനയോല ഇല്ല, മനയോല മഞ്ഞേ ഉള്ളൂ. അതുപോലെ നീല മനയോല നീലം ചേർത്ത മനയോല എന്നാണ്. അപ്പോൾ ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കും. ഒറ്റ വാക്കിൽ പറയും. മനോല നറുക്ക് എന്ന് പറഞ്ഞാൽ നറുക്ക് ശബരിമല മേശാന്തിക്കൊക്കെ അല്ലേ നറുക്കിടുക എന്നൊക്കെ ചോദിച്ചാൽ തിരിച്ചിലാവും. അതിനൊക്കെ ഓരോ സാങ്കേതികമായിട്ട് ചില ഭാഷകളുണ്ട്, അണിയറ ഭാഷ. അതെങ്കിലും മനസ്സിലാക്കുക. അതാ പറഞ്ഞാൽ അണിയറക്കാരനാവണം ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ, അണിയറയിലത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് ബന്ധം അപ്പളേ വരും. അണിയറയിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് ചോദ്യങ്ങൾ. ആയിക്കോട്ടെ. ആധുനിക കാലഘട്ടത്തിലെ അണിയറയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാൻ അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നീല ഇപ്പോൾ പച്ചവേഷങ്ങൾക്ക് തേക്കുന്ന
ഒരു അളവിലല്ല കത്തിവേഷങ്ങൾക്ക്. പച്ചവേഷത്തിൽ തന്നെ ചിലപ്പോൾ കൃഷ്ണന് കുറച്ചും കൂടി ഈ നീലം ഒന്ന് കൂട്ടി തേക്കുക, ബാഹുകന് വേറൊരു തരം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു, പിന്നീട് അതൊക്കെ പിന്നീട് വന്നതാണ്. കാരണം കുറച്ചും കൂടി സ്വാഭാവികത, അല്ലെങ്കിൽ ആ വേഷത്തിൻ്റെ എന്താണ് രൂപത്തിന് കുറച്ചും കൂടി സാമ്യത കിട്ടാൻ വേണ്ടി ചെയ്യണതാണ്. അതൊക്കെ പിന്നെ ഓരോരുത്തർ ഔചിത്യം പോലെ ചെയ്തിട്ട് അങ്ങനെ അതൊരു ഇതായതാണ്. അതിനെന്തെങ്കിലും അതിന് വേറെ യാതൊരു ശാസ്ത്രീയമായിട്ട് യാതൊന്നും പറയാനില്ല. ഇപ്പം കൃഷ്ണന് മറ്റേ മനോഹരൻ തേച്ചു എന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. ശരിക്കും കൃഷ്ണൻ്റെ നിറം അപ്പോഴും ആവില്ല, കൃഷ്ണൻ പിന്നെ അത് നീല മുഖത്ത് തേച്ചിട്ട് അരങ്ങത്ത് വന്നാൽ അതിന് യാതൊരു ഭംഗി ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ നീലയും കറുപ്പും ശരിക്കും പറഞ്ഞാൽ ഈ വർണ്ണശാസ്ത്രത്തിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് ചിലപ്പോൾ നീലയ്ക്ക് പകരം കറുപ്പ് എന്ന് പറയാറുണ്ട്, കറുപ്പിന് പകരം നീല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നാട്യശാസ്ത്രത്തിൽ കറുപ്പ് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് വിഷ്ണുധർമ്മോത്തര പുരാണത്തിൽ കറുപ്പില്ല, നീലയാണ് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അരങ്ങത്ത് നീലയും കറുപ്പും വെളിച്ചത്തിൽ പണ്ടത്തെ വെളിച്ചത്തിൽ കാണുമ്പോൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള പലതും വ്യത്യാസങ്ങൾ വരാൻ കാരണമുണ്ട്. പിന്നെന്താ വെച്ചാൽ അവനവന് ഔചിത്യം, ബാഹുകൻ വിഷം കലർന്ന അപ്പത്തിനും കൂടി, എന്നാലും പറ്റ നീലയാവണില്ല, കുറച്ച് കൂട്ടുമെന്ന് മാത്രം. അത് കൂട്ടിയില്ലെങ്കിലും ഈ സാധാരണ പ്രേക്ഷകൻ അതിനെപ്പറ്റി വലിയ വിവരമൊന്നും കിട്ടൂല, അത് മനസ്സിലാവില്ല. അതൊക്കെ അവനവൻ്റെ ആത്മസംതൃപ്തിക്കും സമാധാനത്തിനും വേണ്ടി ചെയ്യുക. തരക്കടൊന്നുമില്ല, അങ്ങനെ ചെയ്യണതിൽ തെറ്റില്ല. പക്ഷെ അത് ചോദിക്കാൻ കാരണം ഇപ്പോൾ രാമകുട്ടിയാശാനൊക്കെ ഇപ്പോൾ അല്ല ഈ കത്തി തേക്കുമ്പോൾ ഒന്ന് നീലം കൂട്ടി തേക്കും, നേരെ മറിച്ച് അതേ കത്തി തന്നെ ഇപ്പോൾ തെക്കൻ സമ്പ്രദായത്തിൽ മടൂരാശാൻ തേക്കുമ്പോൾ നീലം കൂട്ടാനേ സമ്മതിക്കില്ല. ആ സാധാരണ നീലമനോരുടെ നിറം അത് മതി എന്ന് പറയും. അതാണ് അദ്ദേഹം അങ്ങനെയാണ്. ഇതൊക്കെ പിന്നെ കുറേശ്ശെ ഔചിത്യത്തിനനുസരിച്ച് നടന്മാരും ബാക്കി ആസ്വാദകരും ഒരു വിഭാഗമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ, അത് തെറ്റൊന്നുമല്ല, അങ്ങനെ ചെയ്തോണ്ട്. പക്ഷേ ചെയ്തില്ല എന്ന് വെച്ചിട്ട് അതും തെറ്റല്ല. ഈ നീലം തന്നെ പിന്നീട് ഈ ബാഹുകൻ്റെ ഒരു അടയാളമായിട്ട് പിന്നീട് ഇന്നത്തെ ഒരു ലോകം കാണുന്നത്. കാരണം ഈ കയ്യില് തേക്കും ഒരു കട്ടനീലം തേച്ചിട്ട് ഇതൊക്കെ പണ്ട് മുതലേ ഇതിലുണ്ടായിരുന്നു. ചിലരിത് തേക്കാതെയും കാണുന്നുണ്ട്. അത് തേച്ചാൽ അത് വല്ലാത്ത വൃത്തികേട്, അതുകൊണ്ട് തേക്കാതിരിക്കുക. ശരിക്കും തേക്കണം, കാരണം വിഷം വ്യാപിച്ചു എന്നാണ്. അതെ. അപ്പോൾ അപ്പോൾ മുഖം ആയ നിറം മതിയോ, ഈ നീലം വേണ്ടേ മുഖത്ത് എന്ന് വെച്ചാൽ അതിന് വെളിച്ചത്തിൽ ഇതില്ല. അപ്പോൾ കയ്യമ്പിലൊക്കെ തേക്കണം എന്താ വെച്ചാൽ കാണുന്ന ഭാഗത്ത്. കഥകളി വേഷത്തിന് കുപ്പായം പെടുത്ത പറ്റുള്ളതുകൊണ്ട് ഇവിടെ മാത്രമേ തേക്കുന്നുള്ളൂ. അതേ ഇപ്പോൾ അതുപോലെ നമ്മൾ ശൂർപ്പണഖ കഥകളിയിൽ കറുത്ത കുപ്പായം ഇടണം. അതേസമയത്ത് കൂടിയാട്ടക്കാർ കരി വാരിയായിട്ട് തേക്കുക തന്നെയാണ് മേല് മുഴുവൻ. നല്ല ചിരട്ടക്കരി നല്ലോണം അങ്ങോട്ട് അരച്ചിട്ട് അതിനകത്ത് വാരി തേക്കുക തന്നെയാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടിയും ഈ കുപ്പായ ഇടുന്നതിനേക്കാൾ സ്വാഭാവികത ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ആ ശരീരത്തിൻ്റെ ബാക്കി അവയവങ്ങളൊക്കെ കാണും. മറ്റേ കുപ്പായ ഇടുമ്പോൾ അതിൽ നിന്ന് മറയ്ക്കാവുന്നതൊക്കെ മറയ്ക്കും. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ വർണ്ണത്തിന് മുഴുവൻ ഇതിനെ അടിസ്ഥാനപ്പെടുത്താൻ പറ്റില്ല. പിന്നെ പ്രകാശത്തിൽ ആ അരങ്ങത്ത് ഏത് പ്രകാശമാണുള്ളത് അതിനനുസരിച്ച് ഇത് കുറച്ചൊക്കെ മാറ്റണം. അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ട് ഔചിത്യം അനുസരിച്ച് നടന്മാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഈ കത്തിവേഷങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ചുട്ടിപ്പൂവ്. പണ്ടിതൊരു കടേശായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അതെന്തായിരുന്നു ആശാൻ ആ വസ്തു? ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കടേശം എന്ന് പറഞ്ഞാൽ അതൊരു മരമാണ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ആരോ എഴുതി കണ്ടു. അപ്പോൾ അതെന്താ അത് ആദ്യം പറയട്ടെ. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ അത് കോർക്കാണ്. കുപ്പിക്ക് അടപ്പായിട്ട് ഉപയോഗിക്കണം. നമ്മൾ ശബരിമലയ്ക്ക് നാളികേരം കൊണ്ടുപോകുമ്പോൾ അടയ്ക്കുന്ന കോർക്ക്, അതിന് കടേശെന്ന് പണ്ടുള്ള ആളിൽ പറയും. കാരണം ഭാരമില്ല, ഞെക്കിയാൽ ഞെങ്ങും, അപ്പോൾ അത് കടേശെന്ന് പറയും. എൻ്റെ മുത്തശ്ശിയൊക്കെ കുപ്പിയുടെ അടപ്പിന് ആ കുപ്പിയുടെ കടേശം കണ്ട് എടുക്കുക എന്ന് പറയാറുണ്ട്. പക്ഷേ അതല്ല കടേശം. അത് സസ്യം തന്നെയാണ്, മരത്തിൻ്റെ കൊമ്പാണ്. അതിനും അത് ഒരു സോഫ്റ്റായിട്ടുള്ള മരമാണ്, ഞെക്കിയാൽ ഞെങ്ങും. ഏത് മരമാണ്? അതിന് കോർക്ക് തന്നെ അതിന് പേര്. അത് നമ്മുടെ ഇവിടെ ഇല്ല. നമ്മുടെ ഇവിടെ ഇല്ല ആ മരം. അപ്പോൾ അത് പുറത്തുനിന്ന് വരണതാണ്. വേറെ ഏത് രാജ്യത്താണ് അപ്പോൾ ഉള്ളതെന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല. ഇവിടെ ഇനി വളരണുണ്ടോ എന്ന് ചോദിച്ചാൽ അതായതിലും അതാ മരമാണ്. പക്ഷെ കടേശം അതിന് പണ്ട് നാട്ടുകാർ പറയും. അപ്പോൾ ഈ എഴുതിയ ആൾ എന്താ വിചാരിച്ചാൽ കടേശം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ അതിന് നിറം ബ്രൗണാണ്, ഇത് വെളുപ്പാണ്. ഈ കടേശം എന്താണ് സാധനം എന്ന് വെച്ചാൽ ഇത് ജലസസ്യ.
കഥകളിയിൽ ഉപയോഗിക്കുന്ന കടേശം എന്ന് പറയുന്നത് കടേശം ജലസസ്യമാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ താമര ആമ്പലമൊക്കെ ഇല്ലേ, അതുപോലെ അതിൻ്റെ ഇല വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും. തണ്ട് കീഴ്പ്പെട്ട് പോയിട്ട് ചളിയിൽ ആണത് വളരുക. അപ്പോൾ മുങ്ങിപ്പോയിട്ട് ആ തണ്ട് പിടിച്ച് വലിച്ചാൽ കൊള്ളിക്കിഴങ്ങ് മാതിരി ഇത്ര നീളമുള്ള കിഴങ്ങുകൾ കിട്ടുമായിരുന്നു. ആ കിഴങ്ങിനെ തണലത്ത് ഉണക്കണം, അല്ലാണ്ട് വെയിലത്ത് ഉണക്കരുത്. തട്ടുമ്പുറത്തോ അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ പരമാവധി അങ്ങനെ വെയിൽ തട്ടിക്കാതെ ഉണക്കിയാൽ അത് ഈ വെളുത്ത സ്പോഞ്ച് പോലുള്ള സാധനമാകും. അതിനെ ചെത്തിയിട്ടാണ് ഇതുണ്ടാക്കുക. അത് കൂടിയാട്ടം തുടങ്ങിയ കാലത്ത് തന്നെ അങ്ങനെ ഉണ്ട്. എന്നാൽ ഇത് എന്തിനാ മൂക്കത്ത് വയ്ക്കണമെന്ന് വെച്ചാൽ ആ ബാക്കിയുള്ള കത്തി വരച്ചതും അതിനോട് യോജിക്കാൻ ഈ കൂർത്ത മൂക്കിനേക്കാൾ നല്ലത് അവിടെ ഒരു മറ്റേതിപ്പോൾ ഈ മൂക്കും ഇതിൻ്റെ ഈ ഷേപ്പും കൂടി ആകുമ്പോൾ അതിനൊരു സുഖമില്ല. അപ്പോൾ അതിനു വേണ്ടി ഈ റേഡിയോവിൻ്റെ നോബ് വെച്ച മാതിരി ഒന്ന് വെച്ചു എന്നല്ലാതെ അത് പിന്നെ കഥകളിയിലേക്ക് വന്നു. കൂടിയാട്ടക്കാരാകുമ്പോൾ അതിനെ ഇങ്ങനെ പലതും അതിൽ പൂവൊക്കെ ചെത്തി അതിൻ്റെ ഇടയിൽ കൂടെ ചോപ്പൊക്കെ തേച്ച് അപ്പോഴൊക്കെ എന്താ വെച്ചാൽ അതിന് ഒരു ഇതുമില്ലാട്ടെ. പക്ഷേ കഥകളിയിൽ വെക്കണ മാതിരി ആ ഒഴുക്കനായിട്ടുള്ളത് അതിനാണ് ഭംഗി കൂടുക. അത് ഈ കഥകളിയിലേക്ക് ഈ ജാതി പല ഇത് വന്നത് എന്താ വെച്ചാൽ കുറേ കലാകാരന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പരിഷ്കാരം തനിയെ വരും. അതിലത്തെ നല്ലത് അതിൽ നിലനിൽക്കും, മറ്റത് പോവും, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ലേ, കാരണം ഇത്രയും ദുർലഭമായിട്ടുള്ളൊരു വസ്തു ഇതെങ്ങനെയാണ് കഥകളിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ്. കടേശം പണ്ട് ഇതിന് മാത്രമല്ല, പണ്ട് കാവടിക്ക് പൂക്കൾ ഉണ്ടാക്കി വയ്ക്കും, കാവടിമ്പിൽ. അങ്ങനെ പല പണിക്കും പണ്ട് കടേശം വേണം, അല്ലാണ്ട് കഥകളിക്കോ കൂടിയാട്ടത്തിനോ വേണ്ടിയിട്ടായതല്ല അത്. അപ്പോൾ ആ പൂവ് ചെത്തി വയ്ക്കുക. അതുപോലെ ഈ ചില പൂതക്കോപ്പിലൊക്കെ പണ്ട് ഈ കടേശം കൊണ്ട് പൂവ് ചെത്തി ഉണ്ടാക്കിയിട്ട് അതുമ്പിൽ പതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പണ്ടേ ഈ കേരളീയ കലകളിൽ കടേശത്തിനൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാധീനം ഇതിലേക്കുണ്ട്. അതുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പൂതക്കോപ്പിൻ്റെ ആഭരണങ്ങളിൽ നമ്മൾ കണക്കെടുത്താൽ തോൾപ്പൂട്ടിൻ്റെ സ്ഥാനമുണ്ട്, പരുത്തിക്കായ്മൻ്റെ സ്ഥാനമുണ്ട്, പടിയരഞ്ഞാളിൻ്റെ സ്ഥാനമുണ്ട്. അവിടെയൊക്കെ ഓരോന്നുണ്ട്. അതിൻ്റെ രൂപം മാറിയെന്നുള്ളൂ. ഇപ്പോൾ കൂടിയാട്ടത്തിലും അതെ, ഇതൊക്കെ സാധനമൊക്കെ ഒന്നാണ്. അതായത് എല്ലാ ആഭരണങ്ങളും പണ്ട് ആഭരണമല്ല, ഒക്കെ കവചങ്ങളാണ്. യുദ്ധത്തിന് പോകുമ്പോൾ ശത്രുവിൻ്റെ വെട്ടയേൽക്കാതിരിക്കാനാണ് ഇതൊക്കെ. അതായത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക വെച്ചാൽ അവയവസന്ധികളിലാണ് എല്ലാ ആഭരണങ്ങളും കെട്ടണത്. അതെ, ഇപ്പോൾ ഇവിടെ ഒരു സന്ധിയ, ഇതിൽ തോൾപൂട്ട് കിട്ടും, കാരണം വെട്ടിയാൽ കയ്യിപ്പ് തട്ടരുത്. അതുപോലെ ഹസ്തഘടകവും വളയൊക്കെ ഇവിടെ കിട്ടും. അങ്ങനെ ഈ അവയവസന്ധികളിൽ കഴുത്തിൽ ധാരാളം ഓരോന്ന് കിട്ടും. തലയിൽ കിരീടം എന്നുള്ളത് ശരി, അത് അലങ്കാരമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ അലങ്കാരങ്ങൾ മുഴുവൻ വന്നത് ഈ മറ്റേ ഇതിൽ യുദ്ധത്തിൻ്റെ എന്താ അതിന് പറഞ്ഞ നേരത്തെ അത് ആ ഓരോ കവചങ്ങൾ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതാണ്. അപ്പോൾ മാറില് ഇതൊക്കെ അടിവയറിനെ അതിൽ പ്രത്യേകിച്ച് ആ കൂടിയാട്ടത്തിൻ്റെ കടിസൂത്രം കണ്ടാലറിയാം അടിവയറിനെ മൂടിയും കൊണ്ടാണത്. അത് പിന്നെ കഥകളിയിലായപ്പോഴേക്കും അത് കുറച്ചും കൂടി വീതി കുറച്ച് പടിയറിഞ്ഞാളായി എന്നല്ലാണ്ട് ഇത് മുഴുവൻ ആ കവചങ്ങളാണ്. അതുപോലെ ഈ നഖം, ഇടത്തെ കയ്യുമ്പിൽ മാത്രം നഖം ഇടണോ? എന്തിനാ അത്? വലത്തെ കയ്യിൽ ആയുധം വേണം. ഇതിട്ടാൽ ആയുധം പിടിക്കുക ചെയ്യുക. എന്നാൽ ഇതെന്താ എന്ന് വെച്ചാൽ ഇത് ആയുധമാണ്. അതെ. ഇപ്പോൾ പണ്ട് ഔറംഗസീബിനെ കാണാൻ ശിവജി പോയപ്പോൾ ഇത് ധരിച്ചിട്ടാണ് പോയത്. എന്താ വെച്ചാൽ അയാൾ ചതിക്കും. അപ്പോൾ ശിവജി ആയുധം എടുക്കാണ്ട വേണമല്ലോ മറ്റൊരു രാജാവിനെ കാണാൻ പോകുമ്പോൾ. അപ്പോൾ ഈ പുലിനഖം കെട്ടിച്ചിട്ട് അതൊരാഭരണമായിട്ട് ഇട്ടിട്ട് പോയി എന്നാണ്. കാരണം അയാൾ ആക്രമിക്കുകയാണെങ്കിൽ വയറ് മാന്തി പൊളിക്കാതെ തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ അതാണ് അതിൻ്റെ. അപ്പോൾ എല്ലാറ്റിനും ഈ കരുതലാണ്. അതന്നെ ഈ ആഭരണങ്ങളായത്. പിന്നെ ഇപ്പോൾ ചെവിയിൽ ആ പഴയ തോടയും ഇതൊന്നും വെച്ചാൽ ചെവിയൊന്നും വെട്ടി മുറിക്കാൻ പറ്റില്ല, അതിലേ കൊള്ളുള്ളൂ. അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും രക്ഷയുണ്ട്. അതാണ് ആഭരണങ്ങളുടെ. പക്ഷേ ഇന്നിപ്പോൾ അത് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു എന്താ പറയുക, കുലവിലോചനയൊക്കെ നടിക്കുന്ന ഒരു നളനോ അല്ലെങ്കിൽ ഇപ്പോൾ പാഞ്ചാല രാജാങ് അത്തരത്തിലുള്ള ഭീമനൊക്കെ ഇങ്ങനെ കയ്യിലെ നഖങ്ങളും ഈ വകതൊക്കെ ഇട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ സമയത്ത് കഥാപാത്രത്തിൻ്റെ രൂപം മാറാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് പിന്നെ ആഭരണമായി. അത് കവചം എന്നുള്ള സ്ഥാനത്ത് നിന്ന് ആഭരണമായി. അപ്പോൾ പിന്നെ ആഭരണത്തിൻ്റെ സ്ഥാനമായി. അതിപ്പോൾ മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേണ്ട, അപ്പോൾ അരങ്ങത്ത് ദിഗ്വസനായി നിന്നു എന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സങ്കല്പിക്കണം. അതായത് ഈ പ്രേക്ഷകനും ഇതിൽ പങ്കാളിയാവണം അഭിനയത്തിൽ.
അപ്പോഴേ നമ്മുടെ കേരളീയ കലകൾ പ്രത്യേകിച്ചും വിജയിക്കുള്ളൂ. കാരണം അതിൽ ടെക്നിക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ സങ്കല്പവും വേണം, അപ്പോഴേ പരിപൂർണ്ണമാവും. കാരണം ഇത്തരം ഈ ഈ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഇത്തരം സാധനങ്ങളാണ് പിന്നീട് ഒരു കലയിലേക്ക് ഈ സൗന്ദര്യാംശം അല്ലെങ്കിൽ സൗന്ദര്യബോധം, ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസം കലയിലേക്ക് വന്നത് എന്താന്ന് വെച്ചാൽ ഇത് ആഭരണങ്ങളായി മാറി രാജകൊട്ടാരങ്ങളിലൊക്കെ. അത് പിന്നെ ആ രാജാക്കന്മാരെയും ഈശ്വരന്മാരെയും നമ്മൾ കഥാപാത്രങ്ങളാക്കിയപ്പോൾ അത് ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ ശരിക്കുള്ള കാര്യം. പക്ഷെ ഇപ്പം നിലവിലുള്ള ഈ ആഹാര്യത്തിന് ഇപ്പം ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പിൻബലങ്ങൾ ഉണ്ടെന്ന് ഇപ്പോൾ ആശാൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. ആശാൻ ഇതിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുമുണ്ട്, ധാരാളം സംസാരിച്ചിട്ടുള്ളതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് ചില കണക്കുകളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. പക്ഷേ ഇത് ഒരു നടൻ്റെ ശരീരത്തിൽ അണിയുമ്പോൾ ഈ ശരീരങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഒരാളുടെ അളവല്ല വേറെ ശരീരം, ഒരാൾ മെലിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾ കുറച്ച്. അപ്പോൾ ഇതിന് ഇനി കാലക്രമത്തിൽ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും മാറ്റങ്ങൾ ഇനി വരുത്തേണ്ടതുണ്ടോ? ഇതിനൊരു കുറവായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്നത്തെ ഇതിൽ യുവജനോത്സവ വേദികളിലൊക്കെ കുട്ടികളാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ കിരീടങ്ങൾ ഒക്കെ ഉണ്ടാക്കി ചെയ്യണതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണന് അതിൻ്റെ അളവുകളും ഒക്കെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ എനിക്ക് ആലോചിക്കുമ്പോൾ ഞാനൊരു ചോദിക്കാനുള്ളൊരു കാരണം, ഇപ്പോൾ കഥകളി പോലുള്ള അല്ലെങ്കിൽ ഈ കലാരൂപങ്ങൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പ്രൊഫഷണലായിട്ട് നമ്മളിത് പഠിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ യാതൊരുവിധ ഇത് നമ്മൾ ചെയ്തു കൊടുക്കാറില്ല. അവിടെ ഉള്ളത് എന്തോ അതങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അത് കൃഷ്ണമുടി ആയാലും അത് വലിപ്പ ചെറുപ്പം ഒന്നും നോക്കിയിട്ടല്ല, പക്ഷെ അത് തലയിൽ നിൽക്കും അല്ലെങ്കിൽ ആ ആഭരണം അയാൾക്ക് ചേരും എന്നുള്ള ഇതുമൂലം ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ അത്തരത്തിൽ ഇതിനെ ഇനി മാറ്റേണ്ടതുണ്ടോ? ഇതൊരു ആധുനികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇല്ല, അതിൽ പ്രധാനമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 14 വയസ്സ് വരെ തലയുടെ വളർച്ച ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറം തല വളരുന്നില്ല. കയ്യും കാലും ഒക്കെ വലുതാവും, പക്ഷെ തല വളരും. അപ്പോൾ കിരീടത്തിൻ്റെ വായോട്ടം നമുക്ക് മാറ്റാൻ നിവൃത്തിയില്ല. 14 വയസ്സിൻ്റെ താഴെ ആളുകൾ വേണ്ടിവരും, അതാവാം വിരോധമില്ല. പക്ഷേ അതിനു വേണ്ടി നമ്മളൊരു കിരീടം ഈ 30,000 രൂപ ചിലവാക്കിയിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് നാളെ വേറൊരു ഉപയോഗമില്ല. ഇത് കലാമണ്ഡലത്തിൽ അനുഭവം ഉണ്ട് എനിക്ക്. അതായത് അവിടെ ആദ്യത്തെ കൂടിയാട്ടം കോപ്പ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ 2ാമത്തെ വർഷമാണ്. അപ്പോൾ അന്ന് ഗോവിന്ദാരശന് മിലേന സാൽവിനിയുടെ ഒരു ടൂറ് കലാമണ്ഡലത്തിൽ വന്ന് അതിൽ പോകണം. അതിൻ്റെ കോപ്പ് പണി അവിടെ ഉണ്ട്. ഞാനും കൃഷ്ണവാര്യരും ആശാനും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഈ ആശാരിപ്പണി നടക്കണത്. അപ്പോൾ ഇതിൻ്റെ ചുമതല മുഴുവൻ ആശ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു വേലു പണ്ടൊരു ആശാരിയായിരുന്നു അന്ന്. ഈ കൃഷ്ണനോ കോതാവൽക്കാരൊന്നുമല്ല, അന്ന് വേലു ഉണ്ടായിരുന്നു. അത് ആ സുബ്രഹ്മണ്യരുടെ ഒരു താല്പര്യത്തിന് വിളിച്ചാൽ തിരക്കൊടൊന്നുമില്ല, പണി നന്നേനും. പക്ഷെ പറഞ്ഞ കേൾക്കില്ല എന്ന് മാത്രമേ. അത് പോട്ടെ. ഏതായാലും ഈ വേലുവിനെ നിയന്ത്രിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ രാമച്ചാക്യാർ അവിടുന്ന് സാധനങ്ങൾ സാമ്പിൾ കൊണ്ടുവരും. അത് നോക്കിയിട്ട് അതിൽ ചാക്യാരോട് ചോദിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്നാണ് ആശാൻ പറഞ്ഞത്. അത് വരുത്തിയിട്ട് അതുണ്ടാക്കണം. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ചാക്യാർ വന്നിട്ട് രാമന് ഭാഗത്തിൽ ശിവന് ഭാഗത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ട് അന്ന് രാമനും ശിവനും പഠിക്കണവരെ അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. അപ്പോൾ പക്ഷെ അങ്ങനെ കോപ്പ് ഉണ്ടാക്കിയാൽ ഈ രാമനും ശിവനും വലുതാവും. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വിദ്യാർത്ഥിയാണ്, എന്നെ ആശ ഏൽപ്പിച്ചതാണ്. എന്നിട്ട് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ചെറുതാണുണ്ടാക്കി രാമചാക്യാർ. അപ്പം എനിക്കതിൽ എതിരഭിപ്രായമുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ നിവൃത്തിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് കേൾക്കാനാണ് എന്നോട് പറഞ്ഞത്. ആ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുക. കാരണം ഈ 2 കൊല്ലം തികഞ്ഞപ്പോഴേക്ക് രാമനും ശിവനും വലിയ വലിയ ആളായി. അവർക്ക് പാകത്തിലുണ്ടാക്കിയത് പിന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഈ ഉണ്ടാക്കി വയ്ക്കാൻ വിരോധമില്ല. ആ പ്രായക്കാർ വേഷം കെട്ടുമ്പോൾ അത് എടുത്താൽ മതി എന്ന് വയ്ക്കാം. പക്ഷേ പലപ്പോഴും അത് നടക്കില്ല. കാരണം ഒരു സ്ഥാപനത്തിലും ഈ അങ്ങനെ ഒരാൾ വരും എന്ന് വിചാരിച്ച് മുൻകൂട്ടി പണം ചിലവാക്കി ഇത് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്വതവേ ഓരോരുത്തർക്കും പാകത്തിൽ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി
പൊതുവായിട്ടുള്ള ഒരു രൂപം, ആദ്യാവസാനം ഇടത്തരം കുട്ടിത്തരം, അങ്ങനെ ഒരു 3 രൂപം നമ്മളെടുത്തു. അപ്പോൾ ഇത് ഈ കുട്ടിത്തരം എടുത്താൽ മിക്കവാറും ശരിയാവും കഴിയണത്ര. പക്ഷെ അത് പിന്നെ കുറച്ചുകൂടി നല്ല കല്ല് മറ്റേമ്പിലാച്ചാൽ അതെടുത്ത് കെട്ടും കുട്ടികളെ കെട്ടിച്ചു. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒക്കെ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ശരീരം വലിപ്പമില്ലാത്ത ഒരാൾ വേഷം കെട്ടുമ്പോൾ ആദ്യാവസാനക്കാരൻ്റെ ഇതെടുത്തുമ്പോൾ ചിലപ്പോൾ വലുപ്പത്തിൽ കൂടി കുറഞ്ഞൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് പിന്നെ അവനവന് ഈ ഭംഗിയേക്കാൾ ഏറെ വേണ്ടത് ഈ ചേർച്ചയാണ്. ഈ കോപ്പിന് ഭംഗി വേണം, വേണ്ടാന്നല്ല, അതിനേക്കാൾ അത് അവനവൻ്റെ ശരീരമായിട്ട് ചേർച്ചയാണ് വേണ്ടത്. അത് നടനും ബാക്കി വേഷം കെട്ടിക്കണവരും ഉദ്ദേശിക്കുകയാണ്, അവരത് ചെയ്യണം. ഇപ്പോൾ ഇത്തരം കണക്കുകളിലൂടെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് പ്രധാനമായിട്ട് കിരീടത്തെ കുറിച്ചിട്ട് തന്നെയാണ്. പല ദിക്കിലും കളിക്ക് പോകുന്ന സമയത്ത് ഓരോ ദിക്കിലത്തെ കിരീടങ്ങൾക്കും ഓരോ ഖനാണ്. അപ്പോൾ അതിൽ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ട്? ശാസ്ത്രീയത പറഞ്ഞാൽ കിരീടം എന്ത് സാധനങ്ങളായാലും ഘനം കുറയ്ക്കാവുന്നിടത്തോളം കുറയ്ക്കണം. കാരണം ഘനം അഭിനയത്തിന് വിഘ്നം വരുത്തും, ക്ഷീണം ഉണ്ടാക്കും. ഈ വക കാരണങ്ങളെ അതൊക്കെ നാട്യശാസ്ത്രത്തിൽ 23-ാമത്തെ അധ്യായം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ നടന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ കഴിയണത്ര കനം കുറയ്ക്കണം എന്നുണ്ട്. പക്ഷേ ഈ മരത്തിലുണ്ടാക്കുമ്പോൾ അതിന് കനം കുറയ്ക്കാവുന്നതിനൊരു കണക്കുണ്ട്. എന്നാൽ ഫൈബറിലൊക്കെ ഉണ്ടാക്കി കൂടെ വെച്ചാൽ ഫൈബറിലൊക്കെ ഉണ്ടാക്കി അത് നല്ല മര്യാദയ്ക്ക് ഒരു വലിയ വലിച്ചായിട്ട് കീറും. പിന്നെ അപ്പോൾ ഈ ചിലവൊക്കെ അതിന് ഏതാണ്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മരത്തിലുണ്ടാക്കുകയല്ലേ ഭേദം. അപ്പോൾ അതൊന്നൊരു കാരണം. അപ്പോൾ ഈ ഘനക്കുറവ് കഴിയുന്നത്ര വരുത്തണം. അത് നമുക്ക് എങ്ങനെയൊക്കെ വരുത്താം. ഇപ്പോൾ ഇവിടെ കോതാവിലെ കൃഷ്ണനാശാരി ഉണ്ടായിരുന്ന കാലത്ത് കൃഷ്ണനാശാരിയുടെ മകൻ രാമൻ ആ ഘനം കുറയ്ക്കുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധരായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കുറേയും കൂടിയും ഭേദമുണ്ട്. ആ ഒരു ബനാകുമ്പോൾ രതീഷ് അവൻ കുറേയും കൂടി ഘനം കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണുമ്പോൾ ഒക്കെ ചീത്ത പറയും, അവനെ ഞാൻ മരപ്പണി പഠിപ്പിച്ചണതേ. അപ്പോൾ ഘനം കുറയ്ക്കാത്തതിന് ഞാൻ മറ്റവരെ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു വലിയ ആളായിട്ട് ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ അതല്ല ഇപ്പോൾ പഴയ കാലത്തെ കിരീടം വെക്കുമ്പോഴും ഇന്നത്തെ കാലത്തെ കിരീടങ്ങൾ വെക്കുമ്പോഴും അതിൻ്റെ വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ആ കലാമണ്ഡലത്തിൽ ഇപ്പോൾ 2 കിരീടം ഉണ്ടാകും. ആദ്യ ദിവസം അതിൻ്റെ ഘനം കുറച്ച മാതിരി ഒരു കിരീടം ഉണ്ട്. അത് 2 ഞാൻ കടയിച്ചതാണ്. ഗോവിന്ദരാശാൻ അവിടെ ഉള്ളപ്പോൾ അത് കടയിക്കാൻ ആശാരിയൊപ്പം നിൽക്കാൻ ഞാനായിരുന്നു. അത് കൃഷ്ണനാശാരി കടഞ്ഞതാണ്. അങ്ങനെ ഘനം കുറയ്ക്കാൻ അതിനേക്കാൾ ഘനം കുറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് ഒരു കിരീടം കൊടുത്തിട്ട് 1 or 2 ഉണ്ട്. ഇതിനേക്കാൾ കുറയും. എന്നിട്ട് ഒരു തവണ ഇവിടുന്ന് കലാമണ്ഡലത്തിൽ നിന്ന് അവിടെ വാർഷികത്തിന് 2 കളി വന്നിട്ടുണ്ട്. അവിടെ പോയപ്പോൾ രാമകൃഷ്ണൻ ഘനം കൂടും കിരീടത്തിന് പറഞ്ഞു അവിടുത്തെ. അപ്പോൾ അവിടെ സെക്രട്ടറി ഒരു മധു ഉണ്ടായിരുന്നു. അപ്പോൾ കലാമണ്ഡല കിരീടത്തിനേക്കാൾ ഘനം കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കുക പറഞ്ഞു. എന്നിട്ട് ആ കലാമണ്ഡലത്തിലെ കിരീടവും കലാമണ്ഡലം കോപ്പ് കൊടുന്ന് കലാമണ്ഡലം ട്രൂപ്പിൻ്റെ കളിയാണ് 2 ദിവസം വാർഷികം. അതിലത്തെ കിരീടവും എറണാകുളം ക്ലബ്ബിലെ കിരീടവും കൂടി എടുത്തു കൊണ്ടുപോയിട്ട് തൂക്കി പുറത്ത് കടയിൽ കൊണ്ടുപോയിട്ട് തൂക്കിയപ്പോൾ 150 ഗ്രാം കുറവാണ് എറണാകുളത്തെ കിരീടം. അതെന്താ വെച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് എത്രണ്ട് പരിചയം കിട്ടണോ അത്രണ്ട് നമുക്കത് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ അപ്പോൾ ഈ പറഞ്ഞ കലാമണ്ഡലത്തിലെ ആ കിരീടങ്ങൾ പറഞ്ഞല്ലോ, ഈ അധ്യവസാന കിരീടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ 1-2 എണ്ണം നമ്മൾ തലയിൽ വെക്കുന്ന സമയത്ത് ഈ നമ്മൾ വാലും അടക്കി വെക്കൊന്നും വേണ്ട വെറുതെ 2 വാല്. അതാണ് പറഞ്ഞത്. ഇതിൻ്റെ അളവുകൾ ശരിക്കും പറഞ്ഞാൽ ശരീരശാസ്ത്രം. ഞാനിതിനെപ്പറ്റി അക്കാദമിയുടെ കേളിയിലൊരു ലേഖനം എഴുതിയായിരുന്നു, അണിയറയിലെ ശരീരശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. അത് താലപ്രമാണം എന്നാണ് അതിന് പറയുക. അതായത് മനുഷ്യ ശരീരത്തിനെ, മനുഷ്യനില്ല, ഒരു ശരീരത്തിനെ എത്രയായിട്ട് നമ്മൾ ഭാഗിക്കണോ അതിലൊരു ഭാഗം മുഖം, അതിലിത്ര ഭാഗം കയ്യ്, ആ കയ്യിന് ഇത്ര വണ്ണം, അങ്ങനെ നെറ്റി ഇത്ര, മൂക്ക് ഇത്ര എന്ന ഈ താലപ്രമാണ പ്രകാരം അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ബൈഹാർട്ടായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ താലപ്രമാണം തന്നെ ഈ പല ഉയരങ്ങൾക്ക് പലതാണ്, ഉയരത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത്. അപ്പോൾ 6 അടി ഉയരമുള്ള ആളും 4.5 അടി അല്ലെങ്കിൽ 5 അടി ഉയരമുള്ള ആളും തമ്മിൽ താലപ്രമാണത്തിന് വ്യത്യാസം ഉണ്ടാവും. ആ താലപ്രമാണം അനുസരിച്ചിട്ടുള്ള കണക്കെടുക്കുമ്പോൾ ഈ താലപ്രമാണത്തിൽ തന്നെ ഒരു 3-4 തരം
സപ്തതാലം അല്ല പഞ്ചതാലം, ഷഡ്താലം, സപ്തതാലം, അഷ്ടതാലം, നവതാലം, ദശതാലം, ഇങ്ങനെ 6 പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ദശതാലം എന്ന് പറയുന്നത് ഒരു ശരീരത്തിനെ 10 ഭാഗിച്ചിട്ട് അതിലത്തെ ഒരു ഭാഗം മുഖം, അതായത് ഒരു താലം എന്ന് പറഞ്ഞാൽ മുഖം, മാറ്, വയറ്, ഇങ്ങനെയാണ് വരിക. അത് ഞാൻ അതൊക്കെ ആ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്താ പറയുക, അത് അവർക്കത് വേണമെന്നില്ല. അപ്പോൾ അത് പോട്ടെ. ഏതായാലും അങ്ങനെ താലപ്രമാണം, ആ താലപ്രമാണ പ്രകാരം മൂക്കിൻ്റെ നീളം, മൂക്കിൻ്റെ ഉയരം ഒക്കെ നമുക്കതിൽ നിന്ന് എടുക്കാം. ഇനി ഏതെങ്കിലും ഒരു താലപ്രമാണത്തിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തൊട്ടപ്പുറത്തെയോ ഇപ്പുറത്തെയോ സ്വീകരിക്കാമെന്ന്. കാരണം വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ടതിലേ ഏതെങ്കിലും ഒന്ന് അഥവാ പറയാൻ വിട്ടുപോയിട്ടില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ പ്രമാണോ ഇപ്പുറത്തെ പ്രമാണോ നമുക്ക് സ്വീകരിക്കാം. അതറിയില്ല വ്യത്യാസം, അത്ര വ്യത്യാസം കൃത്യമായിട്ടുള്ള. അപ്പോൾ അങ്ങനെ ശരീരശാസ്ത്രത്തിനനുസരിച്ചിട്ടുള്ള ഇതെടുക്കുമ്പോൾ 22 വിരലെന്ന് വെച്ചാണ് മനുഷ്യൻ്റെ തലയുടെ ചുറ്റളവ് വരിക. അതിനെ നമ്മൾ നെറ്റിഭാരത്തിന് 24 വിരലാണ് വരിക. അതിൽ 1/3 നമ്മൾ നെറ്റിഭാരത്തിന് എടുക്കണത്. അപ്പോൾ കെട്ട് വെച്ചാൽ ആ 28 ഇഞ്ചിൽ അല്ലെങ്കിൽ 8 വിരൽ 8 ഇഞ്ചിലേ നമ്മൾ പിടിപ്പിക്കാവൂ. അതിലധികം കെട്ടുകച്ച പിടിപ്പിച്ചാൽ കിരീടം തലയിൽ ഉറക്കില്ല, ആടും. അത് ആ കൃത്യത്തിന് ഇതിലിട് വന്നിട്ട് ഈ ചെവിയിലേക്ക് പോരാനുള്ള പാകമാണ്. അതാ പറഞ്ഞ അതൊക്കെ അറിഞ്ഞാലേ കോപ്പ് പണിക്കാരനാവാൻ പറ്റൂ. മറ്റേത് ചുട്ടി വിഭാഗം എന്ന് പറയുക തന്നെയാണ് നല്ലത്. എന്താ വെച്ചാൽ ഇതൊക്കെ പഠിക്കാൻ കുറച്ച്, ഇപ്പം നമ്മളൊരു കിരീടം എന്ന് പറഞ്ഞിട്ടൊരു ആശാരിയായിട്ട് ഏൽപ്പിച്ചാൽ അവൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുന്നാൽ പോരെ. ഇപ്പം അങ്ങനെയാണ്. ഒരു കിരീടം വേണമെന്ന് പറയും, 30,000 രൂപ അവൻ വിലയും പറഞ്ഞു, ഉണ്ടാക്കി കൊടുത്തു. അത് പറ്റില്ല. ഇപ്പം ഇന്നാളെ ഒരു കൃഷ്ണമുടിയും കൊണ്ട് കലാമണ്ഡലത്തിലെ ഒരു ചെക്കമ്പട വന്നു. അപ്പോൾ എന്താ വേണ്ട, അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. കാരണം കൃഷ്ണമുടി മൊത്തത്തിൽ ഉയരാധികം, കുറച്ച് മുറിച്ച് കളയാം, അത് ഞാൻ ചെയ്തു തരാം. പിന്നെ നെറ്റിഭാരം ഇല്ല. അപ്പോൾ അതിൽ വണ്ടോട്ട് വെച്ചാൽ ചെറുവിരലിൻ്റെ രീതിയിലേ വണ്ടോട്ട് കാണും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ കൊടുക്കാൻ ഇങ്ങനെ കണക്ക് വരച്ചാണ്ട് കൊടുത്താൽ അത് വരില്ല. അല്ലെങ്കിൽ നമ്മളവിടെ ഇരുന്ന് കടയിക്കണം. അല്ലാണ്ട് ആശാരിയോട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞാൽ അവൻ ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ മുമ്പിൽ ഈ ചോക്ലേറ്റ് പൊതിയുമ്പോൾ ഈ തകിടൊട്ടിക്കാനാ കോപ്പ് പണിക്കാരൻ. അപ്പോൾ കോപ്പ് പണിക്കാരനാവണമെങ്കിൽ ഇത് വേണം. അപ്പോൾ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ചെയ്തത് ശരിയാണ്. കോപ്പ് പണി എന്നുള്ളത് അതിന് വിടുക, ചുട്ടി വിഭാഗം എന്നാക്കിയത് ശരിയാണ്. അതാണ് സന്ദർഭവശാൽ ഇപ്പോൾ വന്നൊരു ചോദിക്കാൻ, ഈ കൃഷ്ണമുടിയുടെ കാര്യം പറഞ്ഞല്ലോ. എന്താ തെക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാറില്ല പൊതുവെ 2 തട്ടുള്ള കൃഷ്ണമുടി, 2 കലശം. അതെ, 2 കലശം കൃഷ്ണമുടി. ഇവിടെ ആണെങ്കിൽ ഒരു ഇതിൻ്റെ അടിസ്ഥാനം എന്താ? അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ അമ്പലപ്പുഴ കൃഷ്ണൻ്റെ മുടി 2 കലശ, 2 കലശവും പിഞ്ചമാണ്. ഗുരുവായൂർ കൃഷ്ണന് ഒറ്റ കലശ. അപ്പോൾ ഈ ഭാഗത്തുള്ളതൊക്കെ ഈ ഗുരുവായൂർ ഇത് സ്വീകരിച്ചു, മറ്റേത് അമ്പലപ്പുഴ കൃഷ്ണൻ്റെയും സ്വീകരിച്ചു. ഇതാണ് അതിൻ്റെ സത്യം. പക്ഷേ 2 കലശത്തിന് തെറ്റുമില്ല. കാരണം 2 കലശമാവാം, 3 കലശമാവാം, 4 കലശമാവാം എന്നൊക്കെ ഇത് ഈ എന്താണ് ഈ പ്രതിമ ഈ വിഗ്രഹ നിർമ്മാണത്തിൽ അതിന് ഇതുണ്ട്. അതിൻ്റെ മുകളിലത്തെ ഇത് എന്നെ മാതിരി ആവാം എന്നൊക്കെ അതൊക്കെ തന്നെ ഇതിലും. 2 കലശം എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിന് ഭംഗി കൂടും. ഇപ്പം അതുമല്ല, ഇപ്പോൾ തെക്കൻ കോപ്പ് പറഞ്ഞത് തന്നെ ഇല്ല. പക്ഷെ ഭംഗിയിൽ തെക്കൻ കോപ്പ് ഉണ്ടാക്കാം. ആശാൻ, എൻ്റെ ഒരു ചോദ്യം അതിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കത് എടുക്കാൻ വയ്യാതാ. ശരി, ഒരു തെക്കൻ കിരീടം ഞാൻ ഉണ്ടാക്കിച്ചിട്ടുണ്ടേ. എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് 28,000 രൂപ അതിന് കൂലി കൊടുത്തന്നു. ഒന്നും ഉണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടാക്കിച്ച് വെച്ചു. ആ റിച്ചാർഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അയാൾ വരുന്നു 30-ാം തീയതി എത്തും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ആ കിരീടം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതും ഞാൻ ഈ കൂട്ടത്തിൽ ഒന്ന് ചോദിക്കുകയാണ്. കലാമണ്ഡലത്തിലാണ് ഇപ്പം നിലവിൽ 2 സമ്പ്രദായത്തിൽ പ്രകാരമുള്ള ഒരു പഠന രീതി നടക്കുന്നത്. പക്ഷേ ഈ കോപ്പിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ തെക്കൻ കോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ആകെ ഇതിനെക്കുറിച്ച് അറിയുന്നത് ഈ കിരീടത്തിൻ്റെ ഉള്ളൊരു വ്യത്യാസമാണ്, പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. അതിൻ്റെ നാരായണത്തിനാണ് വ്യത്യാസം. അതെ, വേറെ വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല നേരിട്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഇതിന് ചിലർ പറയും അതിനത്ര ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആശാൻ പറയുന്നു ഭംഗിയായിട്ട് ഉണ്ടാക്കാം എന്ന് പറയുന്നു. ഭംഗിയായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ കലാമണ്ഡലം കാരണം സർവകലാശാലയൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനെ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ
ഇതൊക്കെ വേണ്ടതല്ലേ, ഇതൊക്കെ അന്യം നിന്ന് പോകുന്നതിനൊക്കെ ഇവിടെ പ്രിസർവ് ചെയ്യേണ്ടതല്ലേ? അതെ, അത് ആരാ വിചാരിക്കേണ്ടത്? അല്ല, അതും അത് കലാമണ്ഡലം വിചാരിക്കണം, അത് ശരിയാണ്. ഈ വടക്കൻ ശൈലി പ്രകാരമുള്ള ഈ കോപ്പുകളും തെക്കൻ ശൈലി പ്രകാരമുള്ള കോപ്പുകൾ, ഇതിന് എന്തെങ്കിലും ചില പ്രധാന വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറയാം. ഇപ്പൊ കിരീടത്തിന്റെ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം അതാണ്. പിന്നെ ഈ മെയ്ക്കോപ്പുകളിലൊക്കെ ഇതുപോലെയുള്ള ശ്രദ്ധയില്ല. ഈ ആശാരി പണിയെടുക്കണതിൽ തന്നെ മറ്റേത് മരം കൊണ്ട് ഇപ്പോൾ വട്ടത്തിലൊന്നും നീളത്തിലൊന്നും ഉണ്ടാക്കിയാൽ കിരീടമായി എന്നുള്ള മട്ടായാൽ കാര്യമാവില്ല. അതിന് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ കൃത്യമായിട്ടുള്ള കണക്കുകളും അതും ഉണ്ടായാലേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെയൊക്കെ രേഖകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ കലാമണ്ഡലത്തിൽ? ഇല്ല, അത് ഞാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് രാമവാരരാശാൻ പറഞ്ഞു തന്നിട്ടും അദ്ദേഹം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും അതാണ് ഇപ്പം ഈ പുസ്തകത്തിൽ കാണുന്ന ഈ സ്കെച്ചുകൾ. അതിൽ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇതിനൊക്കെ ഇന്ന ആകൃതി വേണം, ഇന്ന വലിപ്പം വേണം, അതിൽ കിരീടത്തിൻ്റെ ഭാഗം എടുത്താൽ വ്യക്തമാവും. വെള്ളത്താടി മുടി, കൃഷ്ണമുടി, അതിൻ്റെയൊക്കെ അളവുകൾ കൃത്യമായിട്ട് അതിലിട്ട് വരച്ചിട്ടുമുണ്ട്. ഇനി ഇതാണ് കിരീടം, ഈ അളവിൽ കിരീടം ഉണ്ടാക്കണം. പ്രഭ ഇത് കേശഭാരമാണ്, അത് മനസ്സിലാവില്ല. കാരണം കേശഭാരം മട്ടത്തിൽ അതിൻ്റെ നടു മുറിച്ച രൂപം അത്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും കണക്കുകളുണ്ട്. ഇത് അറിയണം, അത്രയാവുമ്പോഴേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തെക്കൻ കോപ്പുകൾ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണോ പോയിരുന്നത്? ഈ പ്രദേശത്ത് നിന്നാണോ പോയിരുന്നത്? അല്ല, അത് അവിടെ ഉണ്ടായിരിക്കും. അതെ, രാമവരാശൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിരുന്നു. രാമവരാശൻ തെക്കൻ കോപ്പ് തൊട്ടിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് ഇങ്ങോട്ട് ഈ തമ്മിലുള്ള ബന്ധം വളരെ കുറവാണ്. അതാ പറഞ്ഞത്, ഞാൻ കലാമണ്ഡലത്തിൽ ഒരു സെറ്റ് തെക്കൻ കോപ്പ് വേണം എന്ന് വിചാരിച്ചിട്ട് അന്ന് ഞാൻ അവിടുന്ന് പോയിരുന്നു. തെക്കൻ കളരിയൊക്കെ തുടങ്ങിയതിൻ്റെ മുമ്പേ തന്നെ തുടങ്ങിയിരുന്നു. പക്ഷേ എന്നോട് ചോദിക്കാതെ അവിടെ വേറെ ചിലരുടെ സ്വാധീനത്തിൽ ഒരു കൂട്ടം തെക്കൻ കോപ്പ് അവിടെ കൊടുന്നു വെച്ചു. അതൊരു വസ്തുനല്ല. ഇനി അതിൻ്റെ ചിത്രം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇരിക്കണ കിരീടത്തിൻ്റെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാനിതൊക്കെ സൂക്ഷിക്കണം എന്തിനാ വെച്ചാൽ ഇതിൽ പെട്ടെന്ന് പോയി കണ്ണ് കാണാത്തതുകൊണ്ട് അത് ഇതാണ് ഇപ്പം ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ള തെക്കൻ കിരീടം. ഇതിന് കലാമണ്ഡലത്തിൽ നിന്ന് മോഡലായിട്ട് എടുത്തിട്ടുള്ള കിരീടം എന്താണ് പഴയത്. അത് ഒരു വൃത്തിയില്ല. അപ്പോൾ ഞാനിത് വേറെ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി. എന്നിട്ട് ഈ കിരീടം ഇപ്പോൾ കലാമണ്ഡലത്തിലുണ്ടോ? ഇത് എൻ്റെ കയ്യിൽ ഇത് അവിടെ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ കാശ് ചെലവാക്കി ഉണ്ടാക്കിയതാണ്. ശരി. പക്ഷെ അതിനെ മാറ്റം വരുത്താൻ ഇതിന് പണച്ചെലവുണ്ട്. ഇത് ആ സമയത്ത് അതോട്ട് വേറെ ഉണ്ടേ. തെക്കൻ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഞാൻ കിരീടം തന്നെ എടുത്തു തരാം. എടുത്തോളൂ, ഫോട്ടോ എടുത്തോളൂ. കിരീടം തന്നെ കാണിച്ചു തരാം. ഇതതിൻ്റെ ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ ആ കിരീടം എടുത്തോണ്ടിരാം. നമുക്കിത് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഞാൻ വരച്ച സ്കെച്ചാണ്. എന്നിട്ട് ഞാൻ ആശാരിയെ കൊണ്ട് പണിയെടുപ്പിച്ചതാണ്. അപ്പോൾ എന്താവും തെക്ക കിരീടത്തിനൊരു ദോഷം? മറ്റേതെന്താ വെച്ചാൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് പണിതാൽ അതും നല്ലതാണ്. നന്നാക്കാം. വ്യക്തികളുടെ കാര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് അതാണ് പണിയെടുക്കണതിൻ്റെ ഇതാണ്. മറ്റവനെ കുറ്റം കൊണ്ട് വരില്ല. അപ്പോൾ അത് നന്നല്ല, അത് നന്നല്ല. സാധന ദോഷം അകൗശല ലക്ഷണം എന്നുണ്ട്. സാധനത്തിന് ദോഷം പറയും. അതായതുകൊണ്ടേ ചീത്തയായത്, ഇതായതുകൊണ്ട് അത് കൊള്ളരുതാത്തവൻ്റെ ലക്ഷണമാണ്. എൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് അങ്ങനെ അല്ലാണ്ട് ചെയ്യാൻ എനിക്ക് കഴിയണം. തീർച്ചയായിട്ടും അതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി. ഇപ്പോൾ പഴയ കലാമണ്ഡലത്തിൻ്റെ ആർട്ട് ഗാലറിയിൽ ഈ ഒരു ഭണത്തോട് കൂടിയിട്ടുള്ള ഉത്തരീയങ്ങളും അത്തരത്തിലൊക്കെ ഒരു ഇതിങ്ങനെ പ്രദർശിപ്പിച്ചത് ഇവിടെ ഉണ്ട്. അതിപ്പോഴും ഉണ്ട് അതവിടെ? എനിക്കറിയാം. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത്തരത്തിലുള്ള കിരാതത്തിലേക്ക് വേണ്ടിയിട്ടായിരുന്നു? കിരാതത്തിലേക്ക് മാത്രമല്ല, മറ്റേ ദക്ഷയാഗത്തിലെ ശിവനും ഈ ഉത്തരിയൊക്കെ ഇടാറുണ്ട്. പക്ഷെ കിരീടം ഉണ്ടാക്കിയില്ല, അന്ന് കലാമണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. മറ്റേ പാമ്പിൻ്റെ പടമുള്ളത് ഇപ്പം സദനത്തിൽ ഉണ്ടാക്കിച്ചിട്ടുണ്ടോ? അതുപോലെ അപ്പോൾ ഈ ഒരു വേഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യാൻ ഈ ഒരു കളിയോഗത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്തെങ്കിലും അതുണ്ടാവുള്ളൂ. കലാമണ്ഡലം പോലുള്ളടത്ത് ചെയ്യാം. പക്ഷേ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കളിയോഗ
അപ്പോൾ അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് നല്ലൊരു പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓരോ അപ്പോൾ തിരുവനന്തപുരത്ത് കൊട്ടാരം കളിയോഗത്തിൽ ഓരോ വേഷത്തിനും ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ അത് തിരുവനന്തപുരത്ത് മഹാരാജാവിന് പറ്റും. അതേ സമയത്ത് തിരുവനന്തപുരത്ത് തന്നെ മറ്റേ കളിയോഗങ്ങളുണ്ട്. ഇവിടുത്തെ കളിയോഗം പോലെയല്ല, എന്തെങ്കിലും ദരിദ്ര. കാരണം അവരതുകൊണ്ട് ഉപജീവനം കഴിക്കണവരാ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ മത്സരത്തിനാ. ഇവിടെ പൂള്ളി വനക്കിലെ കോപ്പ് എങ്ങനെയാ വെച്ചാൽ അതിലും കുറച്ച് കേമാവണം എൻ്റെ എന്നുള്ളപ്പോണം വനക്കിൽ വിചാരിക്കും. അങ്ങനെ ഈ ജമ്മിമാർ തമ്മിലുള്ളൊരു മത്സരം ആയപ്പോഴാണ് ഇവിടെ അത്രയും നന്നായത്. മറ്റേത് അതില്ലാത്തതുകൊണ്ടാണ് നന്നാവാത്തത്. തീർച്ചയായിട്ടും. ആശാൻ, അതേപോലെ ഇനി ഒരു 2 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഒരു പ്രധാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതേപോലെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ് കഥകളിയുടെ ഉടുത്തുകെട്ട് എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് അതിന് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഭംഗി വർദ്ധിച്ചിട്ടുമുണ്ട്, എന്നാൽ അതിന് പല ദോഷങ്ങളും പലരും പറയാറുണ്ട്. ഇതിൻ്റെ ഭാരം, പിന്നെ തുണി ഉപയോഗിച്ചിരുന്നത് ഇന്നിപ്പോൾ അത് ഉണക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള കാരണം പ്ലാസ്റ്റിക്കായി മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും ഒക്കെ അതിൽ വരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുക കുറഞ്ഞതായിട്ട് നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഒരു മാറ്റം കാലത്തിനനുസരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആശാൻ അതിനെ എങ്ങനെയാണെന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്നത്? കാലത്തിനനുസരിച്ച് മാറ്റം വേണം. പക്ഷേ ഈ പ്ലാസ്റ്റിക് ഇതിന് വലിയ ദോഷമാണ്. കാരണം ഉടുത്തുകെട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇത് ഇങ്ങനെ നിന്നാൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് നിൽക്കണത് ഉടുത്തുകെട്ടേ. മാത്രമല്ല ഉയരമുള്ള സ്റ്റേജും ഇപ്പം മിക്കവാറും ഈ ഉയരമുള്ള സ്റ്റേജ് മുമ്പിൽ ഈ വേഷക്കാരനൊന്ന് പിന്തിരിഞ്ഞ് നിൽക്കുകയോ ഒന്ന് കുമ്പിടുകയോ ചെയ്താൽ ഈ ഇരിക്കണവൻ്റെ കഥ എന്താ, അവനെന്താ കാണുക? അത് ഇതിൻ്റെ ഒരു വൈഷമ്യമായിട്ട് കണക്കാക്കണം. അപ്പോൾ നമ്മൾ ഈ അലക്കണ്ട എന്നുള്ള ഗുണം, ഘനക്കുറവ് എന്നുള്ളൊരു ഗുണം, അതൊക്കെ ഗുണങ്ങളാണെങ്കിലും ഈ വേഷം എന്നുള്ളതാണ് പ്രധാനം. അതിന് ദോഷമാവാൻ പാടില്ല. അപ്പോൾ ഇതേ സാധനം തന്നെ കുറച്ച് ഉള്ളിൽ ഉപയോഗിച്ചാലും പുറത്ത് കുറച്ച് തുണി ഇട്ടാലേ അതിന് ഈ വഴക്കം കിട്ടുള്ളൂ. ഞാനത് എല്ലാവരോടും പറയാറുണ്ട്. കുറച്ച് ഉടുത്തിട്ട് ഉള്ളുവാല് പുറത്തിടുക ഒരു വരിയെങ്കിലും, എന്നാൽ ഇതിനെ ഒന്ന് അമർത്താൻ. മറ്റേത് ഇത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പൈജാമ ഉള്ളതുകൊണ്ട് ആളിൽ തല്ലണില്ല എന്നേ ഉള്ളൂ, മറ്റേ കല്ല് പെറുക്കി എറിയും. അപ്പോൾ അതൊക്കെ ഇത്തിരി അങ്ങനെ ആവരുത്. അപ്പോൾ ഈ നമ്മൾ സൗകര്യത്തിന് വളരെ നല്ലതാണ്, പരിഷ്കാരം ഒക്കെ നല്ലത് തന്നെ. പക്ഷേ അത് അപകടമാവരുത്, അതാണ്. അപ്പോൾ കുറച്ച് തുണി തുണി അലക്കണം, അതിന് അലക്ക് കൂലി, ഇതൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ട് ഇതാക്കുകയാണ്. അതുകൊണ്ട് കാര്യമില്ല. അത്യാവശ്യം ചിലവാക്കേണ്ടത് ചിലവാക്കുക തന്നെ വേണം. അലക്കൂലി ആയാലും വേണം. ഇപ്പോൾ ഭക്ഷണത്തിന് ചിലവുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് വേണ്ടാക്കാറില്ലല്ലോ. അത്യാവശ്യം വേണ്ടത് ചിലവാക്കുക തന്നെ വേണം. പിന്നെ ഘനം കൂടണമെന്ന്, നല്ല മര്യാദയ്ക്ക് കഞ്ഞി പിഴിഞ്ഞിട്ടുള്ള തുണിയാണെങ്കിൽ അത്ര ഘനം കൂടുമൊന്നുമില്ല. കാരണം ഈ ഘനം കൂടുന്നത് ഈ തുണിയുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണേ. അതിൽ കഞ്ഞി ഇടാവില്ല, അപ്പോൾ ഘനം കൂടും. നല്ല കഞ്ഞി മുക്കി വൃത്തിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു തരം. ഇനി ഉള്ളിൽ വേണമെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ചാക്കാതെ വല്ലാതെ മറ്റേത് ഈ പെരയുടെ ഇറ പോലെ ഇങ്ങനെ നിന്നാൽ ഇപ്പം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നതല്ലേ, അത് അത്ര ഈ ഒരു ഇത് ഒലച്ചിൽ വേണേ ഉടുത്തുകെട്ടിന്. പിന്നെ കണ്ടമാനം വലുതാക്കരുത്, അതിനൊരു കണക്കുണ്ട്. അതായത് അരയിൽ ഇങ്ങനെ കൈ കുത്തിയാൽ നിന്നിട്ട് ഈ മുട്ടിന്ന് ഒരു കല്ല് ഇങ്ങോട്ട് തൂക്കിയാൽ അതാണ് ഉടുത്തുകെട്ടിൻ്റെ പരിധി. ശരി. നമ്മളിത് അങ്ങനെ കൈ കുത്തുക, എന്നിട്ട് ഈ മുട്ടിന്ന് ഒരു കല്ല് തൂക്കി പിടിച്ചു നോക്കൂ, അത്രയാണ് ഉടുത്തുകെട്ട്. അതാണ് അതിൻ്റെ. അപ്പോൾ കിരീടമായിട്ട് യോജിക്കും, ഒരു യോജിപ്പില്ലായും വരില്ല. കാരണം കൈ ഇങ്ങനെ കുത്തിയിട്ട് നിൽക്കുമ്പോൾ ഉടുത്തുകെട്ടിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ അത് അത്ര വരുന്നില്ലേ. ഇപ്പോൾ കിരീടം എന്ന് പറഞ്ഞാൽ ഏറിയ കുറ്റിച്ചാമര, അതെ, വലിപ്പം കൂടുതൽ, അതിലേറെ ഇല്ലല്ലോ. സ്വതേ കിരീടങ്ങളുടെ പഴയ കണക്കെന്താ, ചിലപ്പോൾ അത് നടക്കില്ല. ചുമലിൻ്റെ ഒപ്പാണ് കിരീടം നിൽക്കേണ്ടത്. അതിപ്പോൾ പണ്ടെന്നെ മറ്റേ ചുവന്നതാടിക്ക് ആ ഭീകരത കിട്ടാൻ വേണ്ടി അത് വലുതാക്കി. അപ്പോൾ അങ്ങനെ ചിലത് മാറ്റം വരുത്തുമ്പോൾ അപ്പോൾ ഉടുത്തിട്ട് കുറച്ച് വലുതായിക്കോട്ടെ, അതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ആ വഴക്കം വേണം, ഇങ്ങനെ നിൽക്കരുത്. മനസ്സിലായി. അത് ഇവിടെ ഒന്ന് അങ്ങനെ നിന്നാലേ അത് ഉടുത്തുകെട്ടാവുള്ളൂ. മറ്റേത് ഇപ്പോൾ വേണ്ട തെയ്യത്തിന് ഇങ്ങനെ
അത് 4 വടി ഇങ്ങനെ വെച്ച് കെട്ടുക, എന്നിട്ട് അതിൽ മറ്റേ ചൂരലിൻ്റെ വളയങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരൊറ്റ തുണിയാടണം. അതെ അതെ. അപ്പോൾ അത് ഇങ്ങനെ നിൽക്കും. അതിൻ്റെ മുകളിൽ കൊട്ടുകയൊക്കെ ചെയ്യാം. അത്രയ്ക്കുള്ള അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ആ വേഷത്തിന് അനുസരിച്ച് ഒരു വഴക്കം, ഇനി വലുപ്പത്തിൽ കൂടിക്കോട്ടെ, പക്ഷെ അതിന് വഴക്കം വേണം. ഇതിങ്ങനെ ഇങ്ങനെ അകലത്തേക്ക് നിന്നിട്ട് കാര്യമില്ല. വേണ്ട മുമ്പേ തന്നെ ഈ കഥകളിയിൽ ഈ കുറച്ചും കൂടി ഈ ഉടുത്തുകെട്ടിൻ്റെ ഉപയോഗം എന്താണെന്നറിയോ? ഇനി അതുകൊണ്ട് അത് ഈ വേഷങ്ങൾ എത്ര അടുത്ത് നിന്നാലും ഒരു പരിധിയുള്ള അകലം പാലിക്കും. കാരണം അല്ലെങ്കിൽ അരങ്ങത്ത് നിറവുണ്ടാവില്ല. 2 വേഷവും കൂടി വിളക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയാണ് നിന്നാൽ അപ്പോഴും ഉണ്ടാവും ഒരു അകലെ ഈ ഉടുത്തുകെട്ടുണ്ടാവുമ്പോഴേ. അതും കൂടി ഇതിൻ്റെ ഉദ്ദേശമാണ്. അതായത് ക്രമമായിട്ടുള്ള 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കാനും കൂടിയും ഇത് വേണം. പക്ഷെ ഇതാവുമ്പോൾ ടെലിഫോണിൽ വിളിച്ച് പറയുകയൊക്കെ വേണ്ടി വരും മറ്റേ കഥാപാത്രത്തിനോട്, അത്ര ദൂരത്തേക്കാണ് പോകുന്നത്. അല്ല അച്ഛൻ, ഇതിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇന്നിപ്പോൾ അത്തരത്തിലുള്ളൊരു വേദിയല്ല ഇന്നിപ്പോൾ കഥകളി പല അരങ്ങുകളിലും കയറുമ്പോൾ ഉണ്ടാവുന്നത്. അതെ, വല്ലാതെ ഈ വേദിക്കൊക്കെ വല്ലാതെ വലിപ്പം കൂടി. അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആശാൻ നോക്കുമ്പോൾ ഇതിന് വീണ്ടും ഇനി വലിപ്പം കൂട്ടുകയാണോ വേണ്ടത്? ഇപ്പോഴത്തെ നിലയ്ക്ക് അത് കൂട്ടണം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വേണ്ട ഒരു രംഗം ആലിംഗനം. ഇപ്പോൾ അച്ഛനും മകനും തമ്മിൽ കണ്ടു, 2 പുരുഷവേഷ ഉടുത്തിട്ടുള്ള എങ്ങനെയാ നന്നടുത്തേക്ക് നിൽക്കുക? നമ്മൾ അതാ പറഞ്ഞ ഒരു പരിധി വരെ അടുക്കാനും അതേ സമയത്ത് ഒരു പരിധി വരെ അകലം പാലിക്കാനും ഈ ഉടുത്തുകെട്ട് ഉപയോഗപ്പെടണം. തീർച്ചയായിട്ടും. ആശാൻ പോയി പറഞ്ഞ കാര്യം ഇപ്പം 2-ാം ദിവസത്തിൽ നടനൊക്കെ ദമയന്തിയുടെ ആലിംഗനം ദമയന്തിക്ക് ഇത്രേ ഉള്ളൂ എന്നുണ്ടല്ലോ. പക്ഷെ അപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കേട് വരാനും പാടില്ല, നമ്മൾക്ക് അടുക്കാനും പറ്റില്ല. അതാണ്, അങ്ങനെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ആ പ്രയോഗം. പിന്നെ സ്റ്റേജിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു, അതിപ്പോൾ ഈ ബാലയോ അതിലൊക്കെ അതുപോലെയുള്ളതോ കളിക്കാൻ ഈ ഇത്ര വലിപ്പമുള്ള സ്റ്റേജ് വേണം. കഥകളിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഇത് ഉണ്ടാക്കിയത്. പക്ഷേ പഴയ കണക്ക് പ്രകാരം ഇതിനൊരു കണക്കുണ്ട്. അഷ്ടഹസ്തം തു കർത്തവ്യം രംഗപീഠം സമാനത എന്ന, അതായത് 8 ഹസ്തം എന്ന് പറഞ്ഞാൽ കോല്, ആശാരിക്കോലിനൊരു കോല്, 8 കോല് ചതുരം ആണ്, നീളവും വീതിയും 8 കോല്. അതാണ് സ്റ്റേജിൻ്റെ വലിപ്പം. എന്നിട്ടോ ചതുരശ്രം സമതലം എന്നുണ്ട്. ചതുരശ്രം സമതലം മുഴുവനായിട്ട് ഓർമ്മ കിട്ടായിപ്പോഴേ. അപ്പോൾ ചതുരശ്രമാവണം, ചതുരത്തിലാവണം. സമതലം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്ത് നമ്മളെ പ്രേക്ഷകൻ്റെ അതേ തലത്തിലാവണം സ്റ്റേജ്. അങ്ങനെ ഈ ഉയർന്ന സ്റ്റേജായിരുത്. ഇനി അഥവാ ഉയരുകയാണെങ്കിലും അത് അതിനൊരു കണക്കുണ്ട്, ഒരു ചാണോ ഒക്കെ ആവാം, അതിലധികം ആവരുത്. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ ഈ നടൻ വല്ലാതെ ഉയരത്തിൽ നിന്നാൽ നന്നല്ല, വല്ലാതെ താഴെയും പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്യശാസ്ത്രപ്രകാരമുള്ള രംഗവേദി അങ്ങനെയും അതേ സമയത്ത് സദസ്സ്, നമ്മുടെ ഈ ഇതില്ലേ ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്റ്റേഡിയം, ഈ സ്റ്റേഡിയം പോലെ ഓരോ ഇത് പിന്നിലേക്ക് ഉയർന്ന ഇത് വരണം. അതും എത്ര വരെ ഉയരാവുള്ളൂ എന്ന് കണക്കുണ്ട്. നടൻ്റെ മുഖത്തിന് പാകത്തിലേ ഉയരാവൂ, അല്ലാണ്ട് അതിൻ്റെ മേലെ വന്നാൽ പിന്നെ എങ്ങടാ നോക്കി. അപ്പോൾ ഇതിനൊക്കെ ചില കണക്കുകളുണ്ട്. അതറിയാതെ അതാണ് സ്റ്റേജ് ഇതിന് മാത്രമായിട്ടല്ലല്ലോ ഉണ്ടാക്കണേ. അച്ഛനപ്പോൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രേക്ഷകന് എന്താ സമമായിട്ട് വേണം, അല്ലെങ്കിൽ സദസ്സിന് സമാനമായിട്ട്. അപ്പോൾ പ്രത്യേകം ഒരു സ്റ്റേജ്, ഒരു വിളക്ക് വെച്ചാൽ അതിൻ്റെ ഇപ്പുറം പ്രേക്ഷകനും അപ്പുറം സദസ്സ് അല്ലെങ്കിൽ അങ്ങനെ മറ്റേ അരങ്ങും ആയിട്ട് വരണം. അതാണല്ലോ ഇപ്പോൾ ഈ കൂത്തമ്പലത്തിലെ നോക്കൂ, വളരെ ചെറിയ ഉയരമുള്ളൂ. അതെ അതെ. ചതുരശ്രം സമതലം, പിന്നെ ചതുരശ്രം സമതലം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ട് അതിൽ, അതും കൂടി അതിൽ പറയുന്നുണ്ട്. പുസ്തകം ഇപ്പോൾ എവിടെ വെച്ചാൽ ഇതാണോ? വരി ചതുരശ്ര സമതലം വേദികാസം അലങ്കൃതം എന്നാണ് പിന്നത്തെ വരി. അതായത് അഷ്ടഹസ്തം തു കർത്തവ്യം രംഗപീഠം സമാനത ചതുരശ്രം സമതലം വേദികാസം അലങ്കൃതം. അതായത് അലങ്കരിക്കും വേണം, അല്ലാണ്ട് ഈ വെറുതെ ഒരു ഇതായാൽ പോരാ, സ്റ്റേജിനെ അലങ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് 8 കോല്
ചതുരാണ് പറയുന്നത്. 8 കോല് ചതുരം ധാരാളം മതി കഥകളിക്ക്. ഇതിപ്പോൾ കഥകളിക്ക് വേണ്ടി പറഞ്ഞതല്ല, നാട്യശാസ്ത്രത്തിൽ ആകെ പറഞ്ഞതാണ് എല്ലാ നാട്യങ്ങൾക്കും അത് മതി എന്നാണ്.